ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ പ്രകൃതി നോക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ നിയമമുണ്ട്. മനുഷ്യരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ സാധിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഊർജം കൂടെ വേണം. പലതരത്തിലുള്ള ഊർജം ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അത് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിനകത്ത് ആവശ്യങ്ങൾ മാത്രമല്ല, ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ ഓരോ ആഗ്രഹങ്ങളും സാധിക്കുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തിയൊക്കെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഓരോ പ്രായത്തിലും സാഹചര്യത്തിലുമൊക്കെ അനുസരിച്ച് ആഗ്രഹങ്ങൾക്കും മാറ്റം ഉണ്ടാവും. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് പങ്കാളി മുകളിൽ വരുന്ന രീതിയെക്കുറിച്ചും അതിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ചില ആൾക്കാരെ നോക്കുവാണെങ്കിൽ അവർക്ക് ചില രീതികളോട്, ചില മെത്തേഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലായിട്ടുണ്ടാവും. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ ബോഡിക്കും മെൻ്റൽ ബോഡിക്കും ഈ രീതി വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ആത്മവിശ്വാസം തോന്നുന്നുണ്ട്, സന്തോഷം തോന്നുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് പെർഫോമൻസ് ലെവലും മെച്ചപ്പെടുന്നുണ്ട്. ശരീരത്തിൽ നല്ല ഷേപ്പുള്ളവരെ സംബന്ധിച്ച് അവർക്കിഷ്ടപ്പെടുന്ന ചില മെത്തേഡുകളുണ്ട്. ഉദാഹരണത്തിന് ഡോഗി പോസിൻ്റെ വേരിയേഷൻസ്, അതുപോലെ മുകളിൽ വരുന്ന പല രീതികളും. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഫേസ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. ഞാനൊരു സാധാരണ കാഴ്ചയിലെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. കാരണം ആ ആകർഷണം കൊണ്ട് പ്രകൃതിക്ക് ഇവിടെ ഒരു ഉദ്ദേശമുണ്ട്. ഏതൊരു സ്ത്രീയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവർ സ്നേഹിക്കുന്ന പുരുഷൻ അവരെ ആകർഷിക്കണമെന്നുള്ളതാണ്. അപ്പോൾ പുരുഷൻ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ പങ്കാളിക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. ആ ക്വാളിറ്റീസ് പെർഫോമൻസിനകത്തും വരണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം, റെസ്പോൺസിനകത്തും മാറ്റം വരുത്തണം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഈ ഒരു കാര്യത്തിന് ചില പുരുഷന്മാർക്ക് ചില സ്ത്രീകളോട് ഒരു പ്രത്യേക താല്പര്യമായിരിക്കും. അതിന് പ്രധാന കാരണം ഓരോ കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഉള്ള അവരുടെ റെസ്പോൺസാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ആകർഷണമെന്ന് പറയുന്നത് രൂപഭംഗിയാണ്, പക്ഷെ അത് നിലനിർത്തുന്നത് പെരുമാറ്റമാണ്. അപ്പോൾ ഓരോ മെത്തേഡിനും അതിൻ്റേതായിട്ടുള്ള ചില പെരുമാറ്റ രീതികളുണ്ട്, ചില റെസ്പോൺസ് രീതികളുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ഫേസിൻ്റെ എക്സ്പ്രഷൻ ലൈവായിട്ട് അറിയാൻ പറ്റും. ഈ സമയത്തുള്ള ചില പിറുപിറുക്കലുണ്ടല്ലോ, അതും റെസ്പോൺസാണ്. ഇപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും സ്ത്രീ പങ്കാളി മാനേജ് ചെയ്യുന്നൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിന് മുൻകൈ എടുക്കുന്നത് പോലും പങ്കാളിയായിരിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ മുകളിൽ വരുന്ന രീതിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. തന്നെയല്ല, ഈ സമയത്ത് പങ്കാളിയെ കൂടുതൽ സ്നേഹിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ അടുത്തറിയാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ലിംഗത്തിൻ്റെയൊക്കെ പ്രവർത്തനം, എന്ത് ചെയ്യുമ്പോഴാണ് അവിടേക്ക് കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നത്, അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ്, അതുപോലെ തന്നെ ഈ സമയത്ത് മാരടങ്ങളുടെ ഒരു പ്രസക്തി എന്താണ്. കാരണം ഇവിടെ പങ്കാളിയെ മൂടാക്കുന്ന കൂട്ടത്തിൽ സ്വയം ആ ഒരു മൂഡിലേക്ക് വരികയും വേണം. അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ പുരുഷന് പങ്കാളിയോടുള്ള സ്നേഹവും വിശ്വാസവും ആശ്രയത്വവും താല്പര്യവും ഒക്കെ കൂടുവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് കാമത്തിൻ്റേതായിട്ടുള്ളൊരു ഊർജം ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഏത് സമയത്ത് കയറണം, ഏത് സമയത്ത് സ്പീഡ് കൂട്ടണം, കുറയ്ക്കണം, എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, ഇതൊക്കെ തന്നെ അനുഭവത്തിൽ കൂടെയും ഓരോ റെസ്പോൺസിൽ കൂടെയും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്ത്രീകളെപ്പോലെ തന്നെ പുരുഷന്മാരിലും ഇതിനകത്തൊരു കെമിസ്ട്രി പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ലബോറട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരിലും ഒരുപോലെയല്ല, ഓരോരുത്തരിലും വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ പുരുഷൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് പ്രവൃത്തി കൂടുതലായിട്ട് ചെയ്യുന്നത് അവരാണെങ്കിലും ഇതിൻ്റെ വിജയത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് പുരുഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് മനസ്സിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ സമയം കൂടാൻ നല്ലതായിരിക്കും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം സമയം കൂട്ടാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ്. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സ്ട്രോക്ക് കിട്ടേണ്ടടുത്ത് തന്നെ കിട്ടുന്നത് കൊണ്ട് ഇതിനൊരു പൂർത്തീകരണം വന്നതിന് ശേഷം മാത്രമേ സ്റ്റോപ്പ് ആകാവുള്ളൂ. ഈ ഒരു മെത്തേഡ് തന്നെ രണ്ട് രീതിയുണ്ട്, ഫേസ് ടു ഫേസും ഉണ്ട്, അല്ലാതെയുണ്ട്. ഈ സമയത്ത് മുന്നോട്ട് കുനിഞ്ഞു വന്ന് ചെവിയിൽ പറയുന്ന ചില കാര്യങ്ങൾ പങ്കാളി എല്ലാ സമയത്തും ഓർത്തിരിക്കും. ഈ സമയത്ത് സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമല്ല, കാമത്തിൻ്റെ ഭാഷയും പരീക്ഷിക്കാവുന്നതാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.